ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു ടൂളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂളാണ് ഇത്. എത്ര ടൈറ്റ് ആയിട്ടുള്ള സംഗതികളും നമുക്ക് ഗ്രിപ്പുള്ളതോ ഗ്രിപ്പില്ലാത്തതോ ആയിട്ടുള്ള എല്ലാ സംഭവത്തെയും നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് ആക്കാനും ലൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. ഈ വാട്ടർ പമ്പിൽ നിന്നും ഈ 3 ഇഞ്ച് പൈപ്പിനെ ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടൂളാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു നീളമുള്ള ഒരു നെട്ടും ഒരു ബോൾട്ടും അതിൻ്റെ നെട്ടുമാണ്. അതേപോലെ തന്നെ ബൈക്കിൻ്റെ ഒരു ചെയിന്. അത് നമുക്ക് ഈ ബോൾട്ടിൽ നിന്നും നെട്ടിനെ ഊരിയെടുക്കാം. അതിനുശേഷം ഈ നെട്ടിലേക്ക് ഈ ചെയിനിനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. വെൽഡ് ചെയ്യേണ്ടത് ഇതേ രൂപത്തിൽ പിടിച്ചുകൊണ്ടാണ് വെൽഡ് ചെയ്യേണ്ടത്. കണ്ടോ, ഈ രൂപത്തിൽ ആണ് വെൽഡിങ് ചെയ്ത് ഉറപ്പിക്കേണ്ടത്. ഇത് ഒരു ഹെവി ഡ്യൂട്ടി ടൂളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബെൽഡിങ് എല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഈ ബെൽഡിങ് പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ബെൽഡ് ചെയ്ത് ഉറപ്പിക്കണം. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ബെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് കൂടി ബെൽഡ് ചെയ്ത് ഉറപ്പിക്കാം. ഇപ്പോൾ വെൽഡിംഗ് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾട്ടിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യണ്ട, ചെറുതായിട്ട് ഒരു പകുതി ഭാഗം മാത്രം കട്ട് ചെയ്ത് നിർത്താം. നെട്ടിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നിർത്താം. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തേണ്ടത്. ഇത് നമ്മൾ ഈ ബോൾട്ടിനെ ടൈറ്റ് ചെയ്ത് നിന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്തുള്ള ഭാഗം മാത്രം തിരിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ സി ക്ലാമ്പിലൊക്കെ വരുന്നത് പോലെ ബോൾട്ട് ടൈറ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഭാഗം മാത്രം തിരിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പണിയാണ് ഇത്. അതിനുശേഷം ഒരു 1/4 ഇഞ്ചിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പ് എടുക്കാം. അതിൻ്റെ അറ്റം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊളിച്ചു കൊടുക്കാം. 4 സൈഡും ഇതേപോലെ പൊളിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ പകുതി ഭാഗം കട്ട് ചെയ്ത് വെച്ച ബോൾട്ടിൻ്റെ അറ്റത്തേക്ക് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോൾട്ടിലേക്ക് ഈ ഒരു പൈപ്പിനെ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇതേപോലെ അറ്റത്തേക്ക് കറക്റ്റായിട്ട് വെക്കുക. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പകുതി ഭാഗം മാത്രം കട്ട് ചെയ്ത് വെച്ച ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ഹാമർ കൊണ്ട് പതിയെ തട്ടിയാൽ തന്നെ അതിലേക്ക് ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. ഇതിന് ബദലായിട്ട് നമുക്ക് ഇവിടെ ഒരു ബെയറിങ് വെച്ചാലും ഇതേ ഒരു പ്രവർത്തനം തന്നെ ആയിരിക്കും നടക്കുക. ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബെയറിങ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ ചെയ്യുന്നു എന്ന് മാത്രം. അതിനുശേഷം ഈ കട്ട് ചെയ്ത ഭാഗത്തിൽ നിന്നും 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ആ 1/4 ഇഞ്ച് GI പൈപ്പിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 ഇഞ്ചിൻ്റെ പട്ട എടുക്കാം, ഇരുമ്പിൻ്റെ പട്ട. ഈ ഇരുമ്പിൻ്റെ പട്ടയുടെ ഏതെങ്കിലും ഒരു അറ്റം നമുക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി കൊടുക്കാം. എങ്കിൽ മാത്രമാണ് ഏത് സാധനത്തെയാണോ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നത് ആ ഭാഗം കറക്റ്റായിട്ട് അതിലേക്ക് ഫിറ്റായിട്ട് ഇറങ്ങിയിരിക്കുള്ളൂ. കണ്ടോ, അപ്പോൾ ചെറുതായിട്ട് ഞാൻ വളച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു ബോൾസ് നമുക്ക് ആവശ്യമാണ്. ഇതൊരു പഴയ ബെയറിങ്ങിൻ്റെ ബോൾസാണ്. അത് ഈ 1/4 ഇഞ്ച് പൈപ്പിനകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ വെൽഡിങ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ പൈപ്പ് ഈ ഇരുമ്പിൻ്റെ പട്ടയുടെ അളവ് ഏകദേശം 2 ഇഞ്ചോളം നീളത്തിലുള്ളതാണ്.
അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര നീളത്തിലുള്ള വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷെ ഇതേ രൂപത്തിൽ വളച്ചെടുത്തതിന് ശേഷമാണ് വെൽഡിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ടൂള് ഈ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്ര മാത്രമേ നമുക്ക് ഇതിൽ വർക്കായിട്ട് ചെയ്യേണ്ടതുള്ളൂ. കണ്ടോ, ചെറുതായിട്ട് ആക്ഷൻ ആവുകയും വേണം, എന്നാൽ അതിൽ നിന്നും ഊരിയെടുക്കാനും സാധിക്കണം എന്ന രീതിയിലാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നെട്ടിനെ ആ ബോൾട്ടിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. നേരത്തെ ചെയിന് ബെൽഡ് ചെയ്ത് വെച്ച ആ നെട്ടിനെ ബോൾട്ടിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവസാനം നമ്മൾ ഫിറ്റ് ചെയ്ത ആ 3/4 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ടൂളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ചെക്ക് ചെയ്ത് കാണിക്കാം. കണ്ടോ, കുറച്ച് പഴക്കം ചെന്ന ഒരു വാട്ടർ പമ്പാണിത്. പമ്പിൽ നിന്നും 3 ഇഞ്ച് പൈപ്പിനെ ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പമ്പിലേക്ക് ഈ ചെയിനിനെ കണക്ട് ചെയ്യാം. ഇതേപോലെയുള്ള ഒരു ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പമ്പിനകത്ത് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മളൊരു വൈസ് പോലെയുള്ള എന്തെങ്കിലും ഇട്ട് ടൈറ്റ് ആക്കുമ്പോൾ ചെറുതായിട്ട് കോടി പോകാൻ ചാൻസ് ഉണ്ട്. പമ്പൊക്കെ ചെറുതായിട്ട് വളയാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ ഒരു ടൂളാകുമ്പോൾ 4 സൈഡും ഒരേപോലെ, എല്ലാ ഭാഗവും ഒരേപോലെ ടൈറ്റ് ആവുന്നത് കൊണ്ട് ഒരിക്കലും ഡാമേജ് സംഭവിക്കില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരുത്താം. ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ചതിന് ശേഷം പൈപ്പ് റെഞ്ച് പോലത്തെ എന്തെങ്കിലും ടൂൾ കൊണ്ട് നമുക്ക് അയച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 3 ഇഞ്ച് പൈപ്പ് പമ്പിൽ നിന്ന് ഊരിപ്പോരുന്നത് കൃത്യമായിട്ട് കാണാം. കണ്ടോ, ഇരുമ്പ് പൈപ്പ് ഇപ്പോൾ പമ്പിൽ നിന്ന് മുഴുവനായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് അറിയിക്കുക. ഓരോ ശനിയാഴ്ചകളിലും അപ്ലോഡ് ചെയ്യാറുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.